എന്റെ കർത്താവേ, ലോകമെങ്കും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നാകുവാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ സദ്വാർത്ത അറിയിക്കുവാൻ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. പഠിക്കണവരെ പണം വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. അയ്യോ, നിങ്ങൾ എന്താണ് ഈ കാണിക്കണത്? എന്റെ കണവൻ എങ്ങോട്ടാണ് പിടിച്ചോണ്ട് പോണത്? തമ്പുരാ, തമ്പുരാ, എന്റെ കണവനൊന്നും ചെയ്യല്ലേ തമ്പുരാ. ഞങ്ങള് പാവങ്ങളാണ് തമ്പുരാ. ദൈവങ്ങളെ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. അടിയങ്ങളെ രക്ഷിക്കണേ. ദൈവത്തിനൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിലേ ഈ ഞാൻ നിന്നെ രക്ഷിക്കാം. നിന്നെയൊക്കെ ആര് രക്ഷിക്കാൻ? എനിക്കിവരെ രക്ഷിക്കാൻ പറ്റുമോ രാജകിങ്കരന്മാരെ? ഓ ഇതാരാണാവോ ഈ രക്ഷകൻ? എന്റെ പേര് തോമസ്. ഞാൻ അങ്ങ് യെരുസലേമിൽ നിന്ന് വരുന്നു. രാജകിങ്കരന്മാരെ, എന്നോട് പറയൂ, ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവരെയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നാട്ടുരാജ്യത്തിൽ കരം കൊടുക്കാൻ കഴിവില്ലാത്തവൻ അടിമവേല ചെയ്യണമെന്നാണ് ഇവിടുത്തെ നിയമം. രാജകൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഇവനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാ. ഞങ്ങൾ പാവങ്ങളാണ് തമ്പുരാ. അവരുടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കൂ. കടം അവര് തന്നു വീട്ടിക്കോളും. കടം വീട്ടാനോ ഇവനോ? ഹേ മനുഷ്യ, ഇവനും കുടുംബവും കടം കൊടുക്കാനുള്ള തുക കുന്നുകൂടി ഇപ്പോ എത്രയായി എന്നറിയാമോ? 100 വെള്ളി നാണയം. ഇവനും പെമ്പ്രനോത്തിയും 10 തലമുറ പണിയെടുത്താലും വീട്ടാൻ പറ്റില്ല ഈ കടം. സർവശക്തനായ ദൈവമേ, സകലതിന്റെയും സൃഷ്ടാവേ, അശക്തന്മാർക്കും ആലംബഹീനർക്കും തുണയായവൻ, പാവപ്പെട്ടവന്റെ നിലവിളി കേട്ട് അവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഇവരോട് കരുണ തോന്നി അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടണമേ. അടയാളങ്ങളിലൂടെ സംസാരിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് കേൾക്കുന്ന ഈ ജനം മുഴുവനും അറിയട്ടെ. നൂറ് വെള്ളി നാണയങ്ങൾക്ക് പകരം 100 സ്വർണ നാണയങ്ങൾ. ഇത് സ്വീകരിക്കും. ഇവനെ വെറുതെ വിടും. രാജാതിരാജൻ മഹാരാജ തിരുമനസ്സിതാ എഴുന്നള്ളുന്നേ. എന്താ എല്ലാവരും കാര്യമായി എന്തോ ചർച്ചയിലാണല്ലോ?
ഒന്നുമില്ല പ്രഭു. ഇവരെന്തൊക്കെയോ കണ്ട് പേടിച്ച് വെറുതെ എന്തോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കണ്ണുകൾ കണ്ടത് സത്യമാണെന്നേ. അത് വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ് നിങ്ങൾ ഇത്രയും മാത്രം ആശ്ചര്യഭരിതരാക്കിയത്? നമ്മോട് പറയൂ. ഞങ്ങൾ ഇന്നൊരു മനുഷ്യനെ കണ്ടു. വെറും മനുഷ്യനല്ല, ഒരു ദൈവപുരുഷൻ. അവൻ ആജ്ഞാപിച്ചപ്പോൾ കടലിൽ നിന്ന് മത്സ്യങ്ങൾ കരയിലേക്ക് ഉയർന്നു വന്നു. അവയുടെ വായ തുറന്നപ്പോൾ അതാ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അവനത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ആ അടിമയെ കൊണ്ടുപോയി. ഇതാ ആ സ്വർണ്ണ നാണയങ്ങൾ. എന്താണ് നാം ഈ കാണുന്നത്? അത്ഭുതമായിരിക്കുന്നു. ആരാണ് അയാൾ? ആരാണ് ആ ദിവ്യപുരുഷൻ? രാജാവേ, ഇതിൽ എന്തോ തട്ടിപ്പുണ്ട്. ഈയിടെ കുറെ തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് സ്വർണ്ണൊന്നും ആയിരിക്കില്ല, മത്സ്യങ്ങളുടെ വായിൽ സ്വർണ്ണ നാണയങ്ങൾ. മണ്ടത്തരം. രാജാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ആദ്യം ഞങ്ങളും സംശയിച്ചിരുന്നു, എന്നാൽ ഇത് സ്വർണം തന്നെയാ. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നില്ല? ആട്ടെ, അവനിപ്പോൾ എവിടെയുണ്ട്? അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല പ്രഭു. ആ തനി തങ്ങത്തെ വിട്ട് കളഞ്ഞല്ലോടാ. അവൻ എവിടെയുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ഹാജരാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടിന്റെയും തല കൊയ്യും. പൊക്കോ. മണിയ, എനിക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ അല്പം വെള്ളം തരുമോ? തമ്പ്ര, അരുത്. അങ്ങ് അടിമയുടെ കുടിൽ വന്ന തന്നെ ഞങ്ങളുടെ സുഹൃത്തും. ഞങ്ങൾ പുഴ താമസജാതിക്കാരുടെ പക്കൽ നിന്നും ഒന്നും കഴിച്ചുകൂടാ. മനുഷ്യരെല്ലാരും ഒന്നാണ് മണിയ, ദൈവത്തിന്റെ മക്കൾ. സർവശക്തനായ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. അവർക്കിടയിൽ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ല. ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കും. എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്ത് തന്നെയായാലും കൊണ്ടുവരൂ. ഇതാ അങ്ങുന്നേ. ദൈവത്തിന്റെ വാത്സല്യ മക്കളെ, യേശുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സമാധാനം. പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഈ ഭക്ഷണ പാനീയങ്ങളെ സമർപ്പിക്കുന്നു. അനേകർക്കു വേണ്ടി തന്നെ തന്നെ മുറിച്ചു വിളമ്പി അങ്ങയുടെ പ്രിയ പുത്രന്റെ ഓർമ്മയ്ക്കായി ഞങ്ങളിതാ പരസ്പരം പങ്കിടുന്നു. സ്നേഹനിധിയായ പിതാവേ, ഈ ഭക്ഷണ പാനീയങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ളതെല്ലാം നിങ്ങൾ വർജിക്കുവിൻ. നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കുവിൻ. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവിൻ. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുവിൻ. രാജൻ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ മാന്ത്രികനെ കണ്ടു. എന്നാൽ അയാൾ അങ്ങ് മുഖം കാണിക്കാൻ കൂട്ടാക്കുന്നില്ല. സമയമാകുമ്പോൾ അയാൾ തന്നെ വന്ന് കണ്ടുകൊള്ളാമെന്ന അയാൾ പറഞ്ഞത്. അയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു മാന്ത്രികനല്ല. പിന്നെ
അയാൾ ആളുകളോട് ഒരു പുതിയ ദൈവത്തെക്കുറിച്ചും മറ്റും പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്ത്? അവന് അത്ര ധിക്കാരമോ? നമ്മെ മുഖം കാണിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞ ആ ധിക്കാരി ആരാണ്? അവനെ നിസ്സാരക്കാരനായി കാണരുത്. തോമസ് എന്ന അവന്റെ പേര്. കടലിനക്കരയിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് ആ കടൽക്കരയിൽ വെച്ച് കാണിച്ച ആ മാന്ത്രിക വിദ്യ അത് അവന്റേതല്ല. അവന്റെ ഗുരുവായ യേശു ക്രിസ്തു അവനിലൂടെ കാണിച്ചതത്രേ. ഇരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചു വീർന്നാലും ഞാൻ പറയുന്നത് എവിടെ നടക്കും? ഇത് എന്റെ നാടാണ്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, അതിന് കളങ്കം വരുത്തുന്നതൊന്നും ഇവിടെ നടക്കില്ല. അതിന് ഞാൻ ആരെയും അനുവദിക്കില്ല. ജനങ്ങളെല്ലാം അവന്റെ കൂടെയാണ്. ജനങ്ങൾ അവന്റെ കൂടെയാണെന്നുള്ളത് നമ്മെ അസ്വസ്ഥനാക്കുന്നു. തന്റെ തോട്ടത്തിൽ താൻ നടാത്തതൊന്നു വളർന്നാൽ അത് മറ്റു ചെടികൾക്ക് ദോഷം ചെയ്യുമെന്നറിഞ്ഞാൽ എത്ര നല്ലതായാലും പിഴുതു കളഞ്ഞാൽ എനിക്ക് ശീലം. ഗുരുവിന്റെ ജീവൻ കുരിശിലാണ് തീർന്നതെങ്കിൽ ഇവന്റെ ജീവൻ ഒരു കുന്തത്തിൽ തീരണ്ടേ? തന്റെ കർത്താവിനെ പ്രതി ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ അവന് കൃപ ലഭിച്ചു. ആ രക്തം വീണ് കുതിർന്ന മണ്ണിൽ നിന്ന് ഉദയം ചെയ്ത ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് പടർന്ന് പന്തലിച്ച് തങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പകർന്നു തന്ന ആ പുണ്യാത്മാവിന്റെ സ്മരണയിൽ മുഴുകുന്നു. എല്ലാം അവർ പാടുന്നു.